ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഭാഷിതങ്ങൾ 16:3. നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നമ്മൾ പലപ്പോഴും ഒത്തിരിയേറെ അധ്വാനിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നേടാത്തതുപോലെയും വ്യർത്ഥമായതുപോലെയും നമുക്ക് തോന്നാം. നമ്മൾ ഒത്തിരിയേറെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു, പക്ഷെ പരീക്ഷാ സമയത്ത് അത് ഓർമ്മ വരുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് സുഭാഷിതങ്ങൾ 16:3 നമ്മോട് ഇപ്രകാരം പറയുന്നത്: നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. ഈശോ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, എന്നോട് ചേർന്ന് ശേഖരിക്കുന്നവൻ അത് സൂക്ഷിക്കുന്നു, അല്ലാത്തവൻ ചിതറിച്ചു കളയുന്നു. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ അധ്വാനങ്ങളും ഈശോയോട് ചേർന്ന് നമ്മൾ നിർവഹിക്കുമ്പോൾ ദൈവം അവയെല്ലാം ക്രമീകരിക്കുകയും നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുകയും ചെയ്യും. ഉറപ്പായും അവ കർത്താവ് വിജയപ്രദമായി രൂപാന്തരപ്പെടുത്തുന്നു. അല്ലാത്ത കാര്യങ്ങൾ എല്ലാം നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയാത്തതുകൊണ്ടും വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ടും പിന്നീട് സന്ദർഭം വരുമ്പോൾ നമ്മുടെ ഉദ്ദേശങ്ങൾ തെറ്റിപ്പോകാറുണ്ട്. വളരെ കുറച്ച് കാര്യങ്ങളാണ് വിജയിക്കുക. എന്നാൽ ഈശോയോട് ചേർന്ന് നിർവഹിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വിജയകരമായിരിക്കും എന്നതാണ് സത്യം.